ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. പൂജപ്പുരയിലെ അമ്മയ്ക്ക് പ്രണാമം. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ തമിഴത്താണ് താമസിക്കുന്നത്. എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ഭർത്താവിൻ്റെ അനുജത്തിയാണ്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി. ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അമ്മ എന്തോന്നാണ് പറയുന്നത് എന്നതിനെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല. പക്ഷേ വന്ന ദിവസം ആദ്യം തന്നെ അമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യം, അനുസരണ അതിവിടെ നിർബന്ധമാണ്. പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ കേട്ടു. എൻ്റെ ഭർത്താവിന് ഇവിടെ വരുമ്പോൾ കാലിലെ മുട്ടിന്, വലത്തെ കാലിലെ മുട്ടിന് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞത്, മരുന്നൊന്നും ആദ്യമേ ഒന്നും കഴിക്കരുത്. അമ്മ പറയുന്ന കാര്യങ്ങൾ അതേമാതിരി ചെയ്യണം. പതുക്കെ പതുക്കെ അത് കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ മുട്ടുവേദന പൂർണ്ണമായിട്ട് മാറി. അതിവിടുത്തെ അമ്മ പറഞ്ഞതനുസരിച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് മാറിയത്. ഇതിനു മുന്നേ ഒരുപാട് ഗുളികകളും മരുന്നുകളും എല്ലാം കഴിച്ചു. ഒരു 2 ദിവസത്തേക്ക് വല്ലതും വ്യത്യാസം വരും. അത് കഴിയുമ്പോൾ അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ മുട്ടുവേദന ഒന്നുമില്ല, പൂർണ്ണമായും അത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് ജനിച്ച നാൾ മുതൽ അതിന് ശ്വാസം മുട്ടലും എല്ലാം ആയിരുന്നു. അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷവും അമ്മ പറഞ്ഞു ആദ്യം മരുന്നുകളെല്ലാം നിർത്തണം. പക്ഷെ അത് കേട്ടപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പറഞ്ഞിരുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിനകത്തൊരു പേടിയുണ്ടായിരുന്നു. ഈ 5 വയസ്സ് വരെ എൻ്റെ കുഞ്ഞിന് മരുന്ന് കൊടുത്ത് അതിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് വന്നിട്ട് ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് അമ്മ പറയണ് മരുന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ ആ മരുന്ന് കൊടുക്കുന്നത് പതുക്കെ പതുക്കെ നിർത്തിയപ്പോഴും കുഞ്ഞിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അമ്മ പറഞ്ഞത് എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ എന്നെ വിളിക്കുക. ഞാൻ വിളിച്ചു, അമ്മ കുഞ്ഞിന് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അമ്മ പറയുന്നത് അടുത്തുള്ള അമ്പലത്തിൽ, വലിയ നേർച്ചകളൊന്നും അമ്മ പറയുന്നില്ല, അടുത്തുള്ള അമ്പലത്തിൽ കുറച്ച് പിച്ചിപ്പൂ കൊടുക്കാനോ 1 കറ് ഭസ്മം കൊടുക്കാനോ 2 റോസാപ്പൂ കൊടുക്കാനോ ഒക്കെ പറയുന്നുള്ളൂ. നമ്മൾ അതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും മാറുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് 2 പുസ്തകങ്ങൾ അമ്മ ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നല്ല തലവേദനയും ഞാൻ ഛർദ്ദിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ എനിക്ക് മൈഗ്രെയിൻ എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് മൈഗ്രെയിൻ ഇതുവരെ ഗുളികയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ അമ്മയുടെ കൂടെ ഇതുപോലെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് നീ ആ ബുക്കിനെ നീ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നീ പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. ആ ബുക്ക് എൻ്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് എൻ്റെ വേദന എവിടെ പോയെന്ന് അറിയത്തില്ല. അതേപോലെ ഒരുപാട് ശക്തികൾ അമ്മയുടെ പക്കലുണ്ട്.
നമ്മൾ ചെല്ലണം. അമ്മ പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലത് വരത്തുള്ളൂ. അതേമാതിരി തന്നെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞിനെ എന്ന് നോക്കിയാലും വയറുവേദന. അമ്മ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇല്ലാത്ത അസുഖങ്ങളില്ല. അത് കേട്ടത് ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. അവിടെ അമ്മ പറഞ്ഞത്, നീ കരഞ്ഞു തീർക്ക്, നിന്റെ ദുഃഖങ്ങളെല്ലാം നീ കരഞ്ഞു തീർക്ക്, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് മാറിക്കിട്ടുമെന്ന് ആ പറഞ്ഞത് അതേമാതിരി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അസുഖങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി വരികയാണ്, മാറി ശരീരത്തിൽ നിന്ന് വിട്ടു മാറുകയാണ് ചെയ്യുന്നത്. അതേമാതിരി അമ്മയുടെ ഇവിടെ വരുമ്പോൾ കുഞ്ഞ് നല്ലോണം അക്രമം കാണിക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലും ഒരൊറ്റ കുഞ്ഞായതുകൊണ്ട് ഭയങ്കര നല്ലോണം അക്രമം കാണിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അമ്മ ഒരുപാട് മന്ത്രങ്ങൾ എനിക്ക് തന്നു. അതെല്ലാം നീ നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം. ഈ കുഞ്ഞു നാളിലേ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ കുഞ്ഞിനത് മനസ്സിലാവും, കുഞ്ഞിൻ്റെ സ്വഭാവത്തിലെല്ലാം മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതെല്ലാം അതേപോലെ എൻ്റെ കുഞ്ഞിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് മന്ത്രങ്ങളെല്ലാം പഠിച്ചു. അതെല്ലാം സന്ധ്യാസമയത്ത് നാമജിക്കുമ്പോഴെല്ലാം അവൾ ജപിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ദേഷ്യമെല്ലാം കുറഞ്ഞ് അതിപ്പോൾ നല്ലോണം പഠിക്കുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. അതേമാതിരി എന്നും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അവളമ്മയെ വിളിച്ചിട്ടാണ് പോകുന്നത്. അമ്മ പവറും അനുഗ്രഹവും എല്ലാം കൊടുക്കും. അതേമാതിരി അവൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയെ വിളിക്കുക. ഉടനെ അമ്മ പറയും, നല്ലോണം ചൂടുവെള്ളം കുടിക്കുക, ചുമയാണെങ്കിൽ നല്ലോണം ചൂടുവെള്ളം കുടിക്കുക, ആ മന്ത്രം ജപിക്കുക, അമ്പലത്തിൽ അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് ചെയ്തതിന് ശേഷം നമ്മുടെ കുഞ്ഞിൻ്റെ എല്ലാ അസുഖങ്ങളും മാറുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അടുത്താണ് ഈ തമലം പൂജപ്പുര എന്ന് പറയുന്നത്, അടുത്താണ്. പക്ഷേ നല്ല നല്ല കാര്യങ്ങൾ അറിയാൻ നമ്മൾ വൈകിപ്പോവും. ഞാൻ ഇപ്പോൾ വന്നിട്ടേ 1 വർഷമായുള്ളൂ. നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ ആരും പറഞ്ഞൊന്നും തന്നിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് ജീവിതത്തിൽ മാറ്റമുണ്ട്. മനസമാധാനം എന്നുള്ളത് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരിക, അമ്മ പറയുന്നത് പോലെ ചെയ്യുക. അതേമാതിരി ഒരു ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് ഈസ്റ്റ് ബോട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലകറക്കം വന്നു. എനിക്ക് ആരെടുത്ത് പറയണമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വേഗം ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. അമ്മ എന്ന് വിളിച്ച ഉടനെ അമ്മ പറഞ്ഞ് ഞാൻ പൂജയിലാണ് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ ഈ ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഞാൻ അമ്മയുടെ കൂടെ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയെ വിളിച്ചത്. പക്ഷേ അമ്മ പൂജയിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. അമ്മയുടെ അടുത്ത് പറയുന്നതിന് മുന്നേ തന്നെ എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. അതാണ് നമ്മൾ എന്തിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അമ്മയെ വിളിക്കണം, അമ്മയുടെ അടുത്ത് വരണം. ഇവിടെ വന്നിട്ട് അമ്മ പറയുന്നത് അനുസരിക്കാത്തവർക്ക് അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരിക, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലോകത്ത് വേറൊരിടത്തും നടക്കുന്നില്ല. അമ്മയുടെ ശരീരത്തിൽ ഈശ്വരശക്തികളുണ്ട്. ഈശ്വരശക്തികൾ അമ്മയിലൂടെ നമുക്ക് എല്ലാ നന്മകളും തരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്കുണ്ടാവുന്ന അനുഭവത്തിൽ നിന്നും വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവിടെ പോവാതിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല, എല്ലാം കള്ളത്തനമാണ് എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ പോവുക. ഞാനും ആദ്യം അമ്മയുടെ അടുത്ത് വന്നപ്പോഴും എനിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അവരവരുടെ അനുഭവത്തിൽ നിന്നും മാത്രം എല്ലാം ഉൾക്കൊണ്ടിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുക. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞ് മിക്കവാറും എപ്പോഴും നോക്കിയാലും അത് വീഴും, അതിൻ്റെ മുട്ടുമുറിയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം അമ്മ പറയുന്നത്, നല്ലോണം കഴുകിയതിന് ശേഷം നീ വെളിച്ചെണ്ണ ഇട്, വെളിച്ചെണ്ണ മാത്രമേ എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ഉപയോഗിക്കാറുള്ളൂ. അതിൻ്റെ മുട്ടിലെ പാടുകളെല്ലാം മാറുന്നുണ്ട്. ആ ഇടുന്ന സമയത്ത് തന്നെ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതെല്ലാം അതിന് മാറുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്.
എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന. അതേമാതിരി തലവേദന കൊണ്ട് ഞാൻ പൊളയുന്ന ദിവസങ്ങളുണ്ട്. തലവേദന കൊണ്ട് ഒട്ടനെ ഞാൻ അമ്മയെ വിളിക്കും. അമ്മ പറയും, നീ അടുത്തുള്ള അമ്പലത്തിൽ 2 റോസാപ്പൂ കൊടുക്കുമെന്ന് പറയും. ഒട്ടനെ തന്നെ നമുക്ക് ആ തലവേദന എവിടെ പോയെന്ന് അറിയത്തില്ല. പക്ഷെ ഇത് ലോകത്തൊരിടത്തും കിട്ടത്തില്ല. സാധാ അസുഖം എന്ന് പറയുമ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മരുന്ന് കഴിക്കും, അതെല്ലാം നമുക്ക് വിഷമാണെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം എനിക്കിപ്പോൾ ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ആരും ഈ ഭാഗ്യം തട്ടിക്കളയരുത്. നമ്മളെ ഭാഗ്യം തേടി വരും എന്നാണ്. പക്ഷെ നമ്മൾ ആ വരുന്ന സമയത്ത് നമ്മൾ അതിനെ തൂത്ത് കളയരുത്. എല്ലാവരും ഇത് സ്വീകരിക്കണം. ആരും ഇതിനെ നിന്ദിക്കരുത്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും. നമുക്ക് നന്മകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് സ്വീകരിക്കണം. വേറെ ഒരിടത്ത് നടക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് വന്നു കഴിഞ്ഞ് അവരവരുടെ അനുഭവത്തിൽ നിന്ന് മാത്രം. നമുക്കൊരിക്കലും നമുക്കിതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ഈശ്വര ശക്തികൾ അമ്മയുടെ ശരീരത്തിലൂടെ, അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അമ്മയോട് പറയുമ്പോൾ നമ്മളത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് കിടന്നിറങ്ങും. പക്ഷേ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഈ രാത്രിയും പകലും എന്നില്ലാതെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ അമ്മയ്ക്ക് പറയുന്നത് അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിലുണ്ട്, ഇതെല്ലാം ഇങ്ങനെ ചെയ്തിരുന്നാൽ മാത്രമേ മാറുകയുള്ളൂ. അതൊന്നും ഒരിടത്ത് നടക്കത്തില്ല, ഒരു സ്ഥലത്ത് നടക്കത്തില്ല. ഇതിനു മുന്നേ ഞാൻ ഒരുപാടടുത്ത് പോയിട്ടുണ്ട്. എനിക്ക് ഇപ്പം ആലോചിച്ചപ്പോൾ പൈസ നഷ്ടം എന്നല്ലാതെ അതിൽ നിന്ന് യാതൊരു ഇതും എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ അമ്മയുടെ അടുത്ത് നേരത്തെ വരണമായിരുന്നു. എന്തോ ചെയ്യാൻ പറ്റും, ഇപ്പോഴായിരിക്കും സമയം ആയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ പ്രവൃത്തിയിൽ നിന്നും മാത്രം എല്ലാം ഉൾക്കൊള്ളുക. ഞാൻ ഇവിടെ വന്നതിന് ശേഷം അമ്മയുടെ അടുത്ത് അതിനൂടാത്ത കാര്യങ്ങൾക്കെല്ലാം ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. മണ്ടത്തരങ്ങളും ചോദിച്ചിട്ടുണ്ട്. അമ്മ അതിനെല്ലാം ഉത്തരം തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നത്, ഇവിടെ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളുണ്ട്. ആ തെറ്റൊക്കെ അമ്മ നമുക്ക് തിരുത്തി തരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ വേറൊന്നും നടക്കുന്നില്ല. നമ്മുടെ തെറ്റുകളെല്ലാം അമ്മ തിരുത്തി അതിന് പരിഹാരം തരികയാണ് ചെയ്യുന്നത്. എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും മാറും. എൻ്റെ കുഞ്ഞിനിപ്പം നല്ല ആശ്വാസമുണ്ട്. അത് നല്ലോണം സ്കൂളിൽ പോകുന്നുണ്ട്. ഇവിടെ വരുന്നതിന് മുന്നേ അത് സ്കൂളിൽ 6 മാസം ഉണ്ടെങ്കിൽ അതിൽ 10-30 ദിവസം അത് ലീവായിരിക്കും. അതിന് എന്നും അസുഖം എന്നും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് ഇതെന്ന് പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ കുടുംബവും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എല്ലാ മാറ്റങ്ങളുണ്ട്. എല്ലാവരും ഇത് ഉൾക്കൊള്ളുക. അമ്മയുടെ അടുത്ത് വരിക. അമ്മ പറയുന്നത് കേൾക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാനിത് ഇത്രയും പറയുന്നത്. എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഞാൻ. അമ്മേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.